ഇസ്രയേലിന്റെ ഖത്തർ ആക്രമണത്തിൽ കടുത്ത എതിർപ്പുമായി ഗൾഫ് രാജ്യങ്ങളും യൂറോപ്പും രംഗത്ത് വന്നു. ഖത്തർ സഖ്യകക്ഷിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. എന്നാൽ ഈ ആക്രമണം നടന്നത് അമേരിക്കയുടെ അറിവോടെയാണോ എന്ന സംശയം ബലപ്പെട്ടു വരികയാണ് ഗൾഫ് നാടുകളിൽ. സമാധാന ചർച്ചയ്ക്കെത്തിയ ഹമാസ് നേതാക്കളും കൊല്ലപ്പെട്ടു. സമാധാന ചർച്ചകൾ തന്നെ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. ഖത്തർ പോലെ PP ജെയിംസ് ചേരുകയാണ്. ഖത്തർ പോലെ ഒരു രാജ്യം, മീഡിയേഷന് വന്ന രാജ്യത്ത് ഒരു ആക്രമണം നടത്തി എന്നുള്ളത് ഖത്തർ തെമ്മാടിത്തമായി എന്നും വരെ വിശേഷിപ്പിച്ചു. PP ജെയിംസ്, ഗുഡ് മോർണിംഗ്. PP, എന്തായാലും ലോക ജനതയെ തന്നെ ഷോക്കേൽപ്പിച്ച സംഭവമാണ് ഖത്തറിൽ നടന്നത്. തീർച്ചയായിട്ടും SKN, ഈ ആരും പ്രതീക്ഷിച്ചില്ല ഖത്തറിൽ കയറി ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഖത്തറിലുള്ളപ്പോൾ ഏത് നേതാക്കളെയും ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് ഇസ്രായേലും അമേരിക്കയും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ ഖത്തർ വളരെ സേഫായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലമായിട്ട് ഹമാസ് കണ്ടിരുന്നത്. പക്ഷേ ഇസ്രായേൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഈ ചർച്ചകൾക്ക് വേണ്ടി ചെന്ന ഹമാസിൻ്റെ നേതാക്കൾ തങ്ങിയിരുന്ന അപ്പാർട്ട്മെൻറ്റിന് നേരെ തന്നെ ആക്രമണം നടത്തിയിരിക്കുന്നു. അതിൻ്റെ മറ്റേ വെടിയും പുകയും തീയൊക്കെ ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറയുകയാണ്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ ചീഫ് നെഗോഷിയേറ്ററായിട്ടുള്ള ഖലീൽ അൽ ഹയ്യ, അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ കൊല്ലപ്പെട്ടു. വേറെ 5 ഹമാസിൻ്റെ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അൽ ഹയ്യ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധവും എതിർപ്പും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ വലിയ ഭീഷണിയും മുന്നറിയിപ്പുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. UAE അതിശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ തുർക്കി അതിശക്തമായിട്ട് പ്രതിഷേധിച്ചിരിക്കുന്നു. ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളത് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി അതിശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. ജർമ്മനി, ഫ്രാൻസ്, UK അവരാണ് യൂറോപ്യൻ യൂണിയന് നേതൃത്വം നൽകുന്ന രാജ്യങ്ങൾ. അതിൽ ആ രാജ്യങ്ങളൊക്കെ അതിശക്തമായ ഭാഷയിലാണ് ഇത് സമാധാനം കൊണ്ടുവരില്ല, ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത്. അമേരിക്ക ഒരു ഡബിൾ സ്റ്റാൻഡേർഡിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഖത്തർ ഞങ്ങളുടെ സഖ്യകക്ഷിയാണ്, പറഞ്ഞേ പറ്റൂ. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമുള്ളത് ഖത്തറിലാണ്, ദോഹയ്ക്കടുത്താണ്. അവിടെ ഒരു ആക്രമണം നടക്കാമെന്ന് വെച്ചാൽ അമേരിക്കയുടെ താല്പര്യങ്ങളെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് SKN അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് ഇത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് അനുകൂലമല്ല, ഖത്തറിനെ പിണക്കുന്നത് ഗുണകരമല്ല. നേരത്തെ SKN ഓർക്കുന്നുണ്ടാവും, ഈ താലിബാനുമായിട്ട് ചർച്ചകൾ നടന്നപ്പോൾ അമേരിക്കയും താലിബാനും തമ്മിൽ ചർച്ച നടന്നത് ദോഹയിലാണ്. ഒരുപക്ഷെ എല്ലാവരുടെയും ഒരു അനുരഞ്ജനത്തിൻ്റെ രാജ്യമായിട്ട് അറിയപ്പെടുന്ന രാജ്യമാണ് ഖത്തർ. ഖത്തറിൽ ഒരിക്കലും ആക്രമിക്കില്ല എന്നുള്ളത് തകർന്നിരിക്കുന്നു. നേരത്തെ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാനിൽ പോയാണ് ഇസ്രായേൽ സേന വധിച്ചത്. ഹെസ്ബുള്ളയുടെ നേതാക്കളെ പേജർ ബോംബ് വെച്ച് തകർത്തു. ഒപ്പം തന്നെ ഹൂതികളുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവരെ കൊലപ്പെടുത്തി. ഇസ്രായേൽ അതിശക്തമായ നിലപാടിലാണ് പോകുന്നത്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.